ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന കാര്യം ആരെയും അറിയിക്കണമെന്നോ ഒന്നും കരുതിയതല്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ കേട്ട ചില കാര്യങ്ങൾ, ചില വ്യക്തികളെ, ചില ഞരമ്പ് രോഗികളെ ജനങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്നും തോന്നി. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഈ കൊച്ചുമെടുക്കനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ ദിവസം GCN ന്യൂസിലെ അനന്തു ബ്രോ ചെയ്തൊരു വാർത്തയാണ്. അദ്ദേഹം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ അവിടെ കണ്ട ഒരു കൊച്ചുമെടുക്കൻ ലോട്ടറി ടിക്കറ്റുമായിട്ട്. അവന്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് സ്വന്തം അമ്മയുടെ മരുന്നുകൾക്ക് വേണ്ടിയും സഹോദരിയും അപ്പൂപ്പനും അമ്മയും ആ മോനും അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ആഹാരത്തിന് വേണ്ടിയുമാണ് ആ കുഞ്ഞുമെടുക്കൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത്. സ്കൂൾ സമയം കഴിഞ്ഞുള്ള ബാക്കി സമയങ്ങളിൽ അവൻ ഈ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. ഈ വാർത്ത കണ്ടപ്പോൾ ശരിക്കും കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അമ്മമാരെ വെട്ടിക്കൊല്ലുന്ന കാലം, അച്ഛന്മാരെ വെട്ടിക്കൊല്ലുന്ന കാലം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു കുഞ്ഞുകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെറും 12 വയസ്സുകാരനാണ്. അവൻ തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ച. അങ്ങനെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു. ഇന്നലെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഞാനും മാസ്റ്റർ മൈൻഡ് മനു ബ്രോയുടെ വൈഫും കൂടിയാണ് അവിടെ ചെന്നത്. ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന കാര്യം ആരെയും അറിയിക്കണമെന്നോ ഒന്നും കരുതിയതല്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ കേട്ട ചില കാര്യങ്ങൾ, ഒരുപാട് ദേഷ്യം തോന്നിയ കാര്യങ്ങളാണ് അവിടെ വെച്ച് കേട്ടത്. ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും ചില വ്യക്തികളെ, ചില ഞരമ്പ് രോഗികളെ ജനങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്നും തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അവിടെ വെച്ച് ചെയ്തത്. ഞാൻ ആ വീഡിയോ നിങ്ങളിലേക്ക് കാണിക്കാം. അതിന് മുൻപായിട്ട് കേരളത്തിലെ ജനങ്ങളിൽ ഒരുപാട് നന്മയുള്ള ആൾക്കാരുണ്ട്. അനന്തു ബ്രോയുടെ വീഡിയോ വന്ന സമയത്ത് ഒരുപാട് പേര് ഇന്നലെ അവരുടെ മൊബൈലിൽ കാണിച്ചു തന്നു. ഓരോരുത്തരും ഇടുന്ന കാശിന്റെ കണക്ക്. 1 രൂപ മുതൽ ആൾക്കാർ കാശിടുന്നുണ്ട്. 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 100 രൂപ, 300 രൂപ, 200 രൂപ, 500 രൂപ, അങ്ങനെ പല രീതിയിൽ ഓരോരുത്തരും കാശുകൾ ഇടുന്നുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ടത് ഏകദേശം 7 ലക്ഷം രൂപ അടുപ്പിച്ച് വേണം. ഈ ഒരു തുക കണ്ടെത്താൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് അനന്തു ബ്രോ ആ വീഡിയോ ചെയ്തതും കുറേയധികം ആൾക്കാർ അവരെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോക്ടർ അനന്തു, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഡോക്ടർ അനന്തു കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ ചെല്ലുകയും ഒരു 2 ലക്ഷം രൂപ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു, ട്രീറ്റ്മെന്റിനാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ അത് കണ്ട കുറേയധികം ആൾക്കാർ അതും തെറ്റിദ്ധരിക്കപ്പെട്ടു. കാരണം ട്രീറ്റ്മെന്റിന് വേണ്ട ഫുൾ എമൗണ്ടും അനന്തു ബ്രോ കൊടുത്തതായിട്ട് തെറ്റിദ്ധരിച്ചു. പക്ഷേ അനന്തു ബ്രോ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്നും 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുകയുണ്ടായി. അവർക്ക് ഇനിയും കാശിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലും അവർ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന കാശിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അവരെ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ. ഇനി മറ്റൊരു വശത്ത് ഇവരുടെ ഗൂഗിൾ പേ നമ്പറാണ് അനന്തു ബ്രോ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഷെയർ ചെയ്തത്, കാശിടാൻ വേണ്ടി. ആ നമ്പറിലേക്ക് 3 നമ്പറുകളിൽ നിന്ന് നിരന്തരം കോളുകൾ വരികയാണ്. അതും വളരെ വൃത്തികെട്ട രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നും ആ നമ്പർ ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത്. ആണുങ്ങളുടെ ശബ്ദം കേട്ടാൽ ഇവന്മാർ സംസാരിക്കത്തില്ല. സ്ത്രീകളാണെങ്കിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. പുരുഷന്മാരുടെ ശബ്ദം കേട്ടാൽ ഇവന്മാരുടെ മുട്ട് വരയ്ക്കും, ഇവന്മാരെ ഫോൺ കട്ടി. ഒരു മനാഫ്, ഒരു മഹേഷ് മഞ്ചാടി, പിന്നെ വേറെ എന്തോ ഒരു പേര്, ഞാൻ അത് ഈ വീഡിയോയിലൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി തന്നെ ഈ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഉൾപ്പെടെ, ഞാൻ ചെയ്ത വീഡിയോ ഉൾപ്പെടെ നിങ്ങളോട് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവന്മാരെ എന്താ ചെയ്യേണ്ടത്. സുഖമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേർക്ക് പോലും തന്റെയൊക്കെ കാമകേളിക്ക് വേണ്ടി ആവശ്യപ്പെടുക എന്ന് പറയുന്നത് എത്രമാത്രം വൃത്തികെട്ട മനസ്സുകളാണ്. ഈ വിളിച്ചവന്മാരുടെ വീട്ടിൽ വലിയ അമ്മയും പെങ്ങളും അല്ലെങ്കിൽ ഭാര്യ, ഇവന്റെയൊക്കെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ എത്രമാത്രം നിവൃത്തി കിടുമ്പോഴാണ് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്നത്, ഒരു നേരത്തിന് ആഹാരത്തിനോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പണത്തിനോ വേണ്ടി. അവന്റെ അഭിമാനം പോലും പണയം വെച്ചുകൊണ്ട് മറ്റൊരുത്തിന്റെ മുന്നിൽ കൈനീട്ടാൻ വേണ്ടി തന്റെ ഗൂഗിൾ പേ നമ്പർ ഷെയർ ചെയ്തപ്പോൾ അതിനെ പോലും അവനവന്റെ കാമം തീർക്കാൻ വേണ്ടി അവരോട് പറഞ്ഞ വാചകങ്ങൾ, ഡ്രസ്സ് ഊരി മാറ്റാമോ, ഇത്തരത്തിലുള്ള വാചകങ്ങളാണ് ഒരു രോഗിയായ ഒരു ചേച്ചിയോട് പറയുന്നത്. അവർക്ക് അത്രയും വേദന സഹിച്ച് നിൽക്കുകയാണ് അവർ. അർദ്ധരാത്രി ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ വിളിക്കുന്നത്. വേദന കടിച്ചു പിടിച്ചൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്താണ് ഇവന്മാരുടെ കോൾ വരുന്നത്. ഇത്രയും വൃത്തികെട്ട ജന്മങ്ങൾ. ഞാനെന്തായാലും ആ വീഡിയോ ഒന്ന് അറ്റാച്ച് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ഇവന്മാരെ എന്താ ചെയ്യേണ്ടതെന്ന്. സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എത്രമാത്രം ഉപയോഗം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവന്മാരെ വിളിച്ചിട്ട് ഇവന്മാരെ ഫോൺ എടുക്കുകയാണെങ്കിൽ കണ്ണ് പൊട്ടുന്ന ചീത്ത പറയുക. ഇവന്മാർ ഇനി ആ നമ്പർ ഉപയോഗിക്കരുത്. ഇന്നും അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്നും കോൾ വരുന്നുണ്ട്, ഇപ്പോഴും കോൾ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റുക? ആ സാധുക്കൾ ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയാണ് യാചിച്ചത്. ആ അമ്മയുടെ സർജറി ചെയ്ത് ആ അമ്മയെ ഒന്ന് രക്ഷപ്പെടുത്തി കിട്ടണമെന്നാണ് ആ മകൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഓരോരുത്തന്മാരും അവന്റെയൊക്കെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിന് നാട്ടിൽ എത്രയോ ലേഡീസ് അതിനുവേണ്ടി നടക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അവരുടെ അടുത്ത് പോകും. എന്തായാലും ഞാൻ ആ വീഡിയോ ഇതിലേക്ക് വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ ചേച്ചി പറയുന്ന വാക്കുകളൊന്ന് കേട്ട് നോക്കുക. നമസ്കാരം. ഈ മോനെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ സ്കൂൾ കഴിഞ്ഞ സമയങ്ങളിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോയിട്ട് ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം സമ്പാദിക്കും. അതുപോലെ തന്നെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനും ഒക്കെ അവന്റെ ആ ഒരു സമ്പാദ്യമാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നതും ഇന്ന് ഇവരെ കാണാൻ വേണ്ടി വന്നത്. കാണുമെന്ന് തോന്നി, അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ട് ഇവിടെ വന്നു. ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണമെന്ന് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, അത് നിങ്ങളോടൊന്ന് പറയണം തോന്നി. ഈ ഒരു അവസ്ഥയിലും ഈ അമ്മയെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥയിലും ഇവരെ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്ന ചില ഞരമ്പന്മാർ, അങ്ങനെ പറയേണ്ടി വരും. രാത്രി നില പകർന്നില്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിട്ട് ഓരോ അനാവശ്യങ്ങൾ സംസാരിക്കുന്ന
ചെയ്യുന്ന ഒരു 3 ഞരമ്പന്മാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ആ 3 നമ്പറും നിങ്ങളുടെ മുന്നിലേക്ക് തരാം. എന്താണ് അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്? ഗൂഗിൾ പേ വഴിയാണ് അവർക്ക് സാമ്പത്തിക സഹായം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറയുന്ന അനാവശ്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് ആ അമ്മ തന്നെ നിങ്ങളോട് സംസാരിക്കും. ഒരു 3 നമ്പറിൽ നിന്ന് ദിവസവും രാവിലെയും വൈകിട്ടും പാരാത്രിക്ക് 2 മണി 3 മണി സമയങ്ങളിലെല്ലാം കോൾ ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പം വായി ഇങ്ങോട്ട് വീഴത്തില്ല. എന്നിട്ട് പറയുന്നത് നൈറ്റി മാറ്റാമോ, പിന്നെ വീഡിയോ ചെയ്യാവോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. ടാച്ചിങ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാനാണെങ്കിൽ അതിവേദനയായിട്ട് ഇവിടെ കിടക്കുക. എൻ്റെ വയറ്റിനകത്ത് അതിവേദനയായിട്ട് ഇവിടെ കിടക്കുമ്പോഴത്തേക്കും അന്നേരം ഇതാ പറയുന്നത്. ഞാൻ കട്ട് ചെയ്യും, വീണ്ടും വരും, കട്ട് ചെയ്യും, അതുപോലെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആണുങ്ങൾ എടുക്കുമ്പോൾ എളുപ്പം കട്ടാക്കും. ഒരു നമ്പറിൽ മോൻ വിളിക്കുമ്പോൾ മോനോട് സംസാരിക്കും. എന്നിട്ട് മോനോട് പറഞ്ഞ് മോനെയും എൻ്റെ മോളെയും എന്നെയും അയാൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഫോൺ എടുക്കുമ്പോൾ വായി ഇങ്ങോട്ട് വരത്തില്ല. എന്നിട്ട് ഈ ഒരു വാക്കുകളൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇത്രയും വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ മറ്റൊരു രീതിയിൽ ഒന്നുമല്ല കോൾ ചെയ്തേക്കുന്നത്. എൻ്റെ ഈ വയ്യാത്ത അവസ്ഥയിൽ ഈ സർജറി ചെയ്ത് എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി. ഇല്ല, സാമ്പത്തിക സഹായത്തിന്റെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് വയറിൽ വലിയൊരു മുഴ വന്നിട്ട് അത് സർജറി ചെയ്യാൻ വേണ്ടിയുള്ള കാശിന് വേണ്ടിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ആ നമ്പർ ഷെയർ ചെയ്തത്, അവരുടെ ഗൂഗിൾ പേ നമ്പർ. ഞാൻ മൊബൈൽ നോക്കിയപ്പോൾ 88ഓളം കോളുകളാണ് ഈ പർട്ടിക്കുലർ നമ്പേഴ്സ് നിന്ന് വരുന്നത്. എന്താണ് ഇവരുടെ പ്രശ്നം? അവർ അത്രയും വേദന സഹിച്ച് നിൽക്കുന്ന അവസ്ഥയിലും ഇത്തരത്തിൽ വിളിച്ച് സംസാരിക്കാൻ കാണിക്കുന്ന ആ ഒരു വൈകൃത മനസ്സെന്ന് പറയുന്നത് ശരിക്കും മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതെല്ലാം നമ്പർ പറയാം. ഇനി നിങ്ങളാണ് ബാക്കി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കേണ്ടത്. കൊടുക്കേണ്ടത് കൊടുക്കുക. നമ്പർ എന്ന് പറയുന്നത് 1 7356771709. ഇത് ഒരു നമ്പറാണ്. 9946590423 7012624440. ഇങ്ങനെ 3 നമ്പറിൽ നിന്നാണ് കോളുകൾ വരുന്നത്. ഇവിടെ വന്നിട്ട് ഒരു നമ്പറിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ അയാൾ മെയിൽ വോയിസ് കേട്ടപ്പോൾ തന്നെ കട്ട് ചെയ്തു. നിങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ പുറത്ത് വരെയുണ്ട്. ഉപദ്രവിക്കരുത്. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ കൈകൂപ്പി യാചിക്കാണ്, വെറുതെ വിടുക. എത്ര സാധുക്കളാണ് അവർ. അവരുടെ വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. അത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ ഒരു കുടുംബത്തെയാണ് ഇങ്ങനെ മാനസികമായിട്ട് തകർക്കുന്നത്. ഇവന്മാർക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള കുറെ ജന്മങ്ങൾ അത്ര കടിമൂത്ത് നിൽക്കുകയാണെങ്കിൽ വല്ലവളുമാരുടെ അടുത്ത് പോകും. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഇതുപോലുള്ള സാധുക്കളുടെ അടുത്തല്ല നിന്റെയൊക്കെ തുറച്ചിൽ മാറ്റേണ്ടത്. ഒരു മാക്കാൻ, ഒരു മനാഫ്, ഒരു മഹേഷ് മഞ്ചാടി, ഇതാണ് ട്രൂ കോളറിൽ പേര് കണ്ടത്. 88 പ്രാവശ്യമാണ് ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നത്. 88 പ്രാവശ്യം. രാത്രി നില പകൽ നില കണ്ടിന്യൂസ് കോളാണ്. ഓരോ ദിവസവും വേദന കടിച്ചമർത്തിയ ജീവിക്കുന്നത്. ചെറിയ മുഴയല്ല, അത് 2 വലിയ മുഴകളാണ്. ചെറുതായിട്ട് തുടങ്ങിയതാണ്, പക്ഷെ അതിന്ന് സർജറി ചെയ്തേ പറ്റുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രം നിവർത്തികേട് കൊണ്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അവർ കൈനീട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു മനുഷ്യനും തന്റെ അഭിമാനം പണയം വെച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർ അത്രയും കഷ്ടപ്പാടിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അവരെ പോലും വെറുതെ വിടാത്ത കുറെ, എന്റെ നാവിൽ നല്ല വാക്കുകൾ വരുന്നുണ്ട്, പക്ഷെ ഞാൻ അത് പറയില്ല. എന്റെ ശീലം അതല്ല. സോ ഇനി നിങ്ങൾ തീരുമാനിക്കും ഇവന്മാർ എന്താ ചെയ്യേണ്ടത്. ഈ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഇവനൊന്നും ഒരിക്കലും ദയ അർഹിക്കുന്നില്ല. ഒരു നേരത്തെ കുടിവെള്ളം പോലും കിട്ടാതെ ഇവനൊക്കെ നരകിക്കണം. ആ 3 പേരും വെള്ളം പോലും കിട്ടാതെ നരകിച്ച് ജീവിക്കേണ്ടി വരണം. ആ ഒരു അവസ്ഥ ഉണ്ടാവണം. പിന്നെ ഇവന്റെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾ ഇവർക്ക് എന്ത് വിശ്വസിച്ചാ ജീവിക്കുന്നത്? സ്വന്തമാ ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. എന്താ വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് പറയാം. ഇനി ഞങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ, ഈ നമ്പർ ഷെയർ ചെയ്തത് തെറ്റാണെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. എന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. 100ന് 101% ശരിയായിട്ട് മാത്രമേ തോന്നുള്ളൂ. കാരണം ഇവന്മാരെയൊക്കെ പുറത്ത് കൊണ്ടുവരണം. വാട്സാപ്പിൽ DP നോക്കിയപ്പോൾ ഒരു വീടിന്റെ ഫോട്ടോയാണ് ഒരുത്തന്റെ മറ്റെന്തോ ഫോട്ടോ, ഒരുത്തന്റെ ഫോട്ടോയെ ഇല്ല. ഇതാണ് ഇവന്റെയൊക്കെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് മുഖമോ ഒന്നുമില്ലാത്തവന്മാർ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക. ഇനി ഇത് നിയമപരമായിട്ട് പോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാതെ. താങ്ക്